സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും കേരളത്തിലെ ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും കണ്ട പൊട്ടിത്തെറിയോ ഒച്ചപ്പാടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിലാണ് ഇദ്ദേഹം പുതുതായിട്ട് വന്നതാ. ഇദ്ദേഹത്തിന്റെ പൊട്ടിത്തെറിയോ ഒച്ചപ്പാടും ഇതൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾ. ബിസിനസ് സാമ്രാജ്യങ്ങളോ കെട്ടിപ്പടുത്തോളൂ, ആർക്കും ഒരു വിരോധമില്ല. നിങ്ങൾ ബിസിനസ് നടത്തുന്നതിന് ഇവിടെ ആരും എതിരല്ല. പക്ഷേ ഈ ഉമ്മത്തിനെ പണയപ്പെടുത്തിക്കൊണ്ട് അത്തരം ബിസിനസ്സുകൾ വേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പഴയ സത്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇതാദ്യമായിട്ടല്ലാലോ ഒരു ഭരണാധികാരികളുടെ അടുത്ത് പോകുന്നത്. അതിന്റെ ചരിത്രങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഭൂമി ലോകത്തേക്ക് പിറവിയെടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരെ രക്ഷിതാക്കള് ജന്മം നൽകാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് കാന്തപുരം ഇവിടെയുള്ള ഭരണാധികാരികളെ സന്ദർശിക്കുകയും അവരുമായി സംസാരിക്കുകയും അവരോട് പ്രശ്നങ്ങൾ പറയുകയും മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതൊന്നും ഇവരൊക്കെ അറിയാതെയായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഇന്ത്യയിലുള്ള 27 സംസ്ഥാനത്തിലുള്ള മുഖ്യമന്ത്രിമാരെയും സന്ദർശിച്ചിട്ടുണ്ട്. അവരോട് അതാത് സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പല പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ മുമ്പിലില്ലേ. എന്തിനേറെ പറയുന്നത്, സൗദി അറേബ്യയിൽ നിദാഖാത്തുമായി ബന്ധപ്പെട്ടിട്ട് പ്രവാസികളെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് മക്ക ഗവർണറെ കൊട്ടാരത്തിലേക്ക് കയറിച്ചെന്ന് ആ ഗവർണറോട് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഈ നിയമം നിങ്ങൾ പിൻവലിക്കണം, ഇവിടെ മക്കയും മദീനയും ഉള്ളതാണ്, നിങ്ങൾ ഈ പ്രവാസികളെ ഡീപ്പോർട്ട് ചെയ്ത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹജ്ജിനോ ഉംറക്കോ വരണമെങ്കിൽ ഈ നിയമം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും, അതിനുള്ളൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പരിഹാരം കണ്ടിട്ട് തിരിച്ചുപോയ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അതാണ് ഈ വന്യവയോധികനായ ഈ മനുഷ്യൻ. പിന്നെ പറയുന്നുണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്തെ, കാന്തപുരത്തിന്റെ സാമ്രാജ്യം കാണണമെങ്കിൽ കോഴിക്കോട് കാരന്തൂരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയാൽ മതി. അവിടെ ഉണ്ട് കാന്തപുരത്തിന്റെ സാമ്രാജ്യം. കാശ്മീരിലെ പാവപ്പെട്ട പൈതങ്ങളായ മക്കള് വെറും വെടിയൊച്ചകൾ മാത്രം കേട്ട് ജീവിക്കാൻ ഉണരാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗത്തെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും മതപരമായും ഭൗതികമായും വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തിയെടുക്കുന്ന കാശ്മീർ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതാണ് കാന്തപുരത്തിന്റെ സാമ്രാജ്യം. അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറമുണ്ട് തുർക്കിയ യത്തീംഖാന എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത പിഞ്ചോമന മക്കളെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് ഉപ്പയില്ലാത്ത വിഷമോ ഉമ്മയില്ലാത്ത വിഷമോ ആ മക്കളെ അറിയിക്കാതെ പോറ്റി വളർത്തുന്ന ഒരു സ്ഥാപനമാണ്. അതാണ് കാന്തപുരത്തിന്റെ സാമ്രാജ്യം. കാന്തപുരത്തിന്റെ സാമ്രാജ്യം കാണണമെങ്കിൽ ഒന്ന് കോഴിക്കോട് നിന്ന് വയനാട് പോകുന്ന സ്ഥലത്ത് കൈതപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പോയാൽ മതി. അതിമനോഹരമായ ഒരു സ്ഥാപനം അവിടെ കാണാം, വിശാലമായ സ്ഥാപനം. അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം വന്ന് നോമ്പ് തുറന്ന് ആത്മീയ സംഗമങ്ങളിൽ പങ്കെടുത്ത് മനസ്സ് തൃപ്തിയോട് കൂടിയിട്ട് തിരിച്ചു പോകുന്നത്. ആ സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെയുള്ള BJP-ക്കാരോ CPM-കാരോ കോൺഗ്രസ്സുകാരോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആരും അതിന് മുടക്കം പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കളെ പോലെയുള്ള മുസ്ലിം സമുദായത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ചിലർ വന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മളെ ഓർമ്മയിലില്ലേ. മറ്റൊരു കാര്യം താങ്കളോട് പറയാനുള്ളത്, താങ്കൾക്ക് ഈ സമുദായത്തിന്റെ കുത്തക ആരാണ് ഏൽപ്പിച്ചിനി എന്ന് ചോദിക്കുന്നു. കാന്തപുരത്തിന് ഏൽപ്പിച്ച ഇവിടുത്തെ ജനങ്ങളാണ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ളവർ ഈ സമുദായത്തിന് ചെയ്ത ഒരു 2 കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടി പറ്റുക. കാന്തപുരം ചെയ്തതിന്റെ ഒരു ഭാഗം പോട്ട് 1% നന്മ ചെയ്തതായിട്ട് താങ്കളോ താങ്കളുടെ മുൻഗാമികളോ ചെയ്ത ഒരു 2 or 3 വിഷയങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ താങ്കൾക്ക് പറ്റുമോ? അത് കാണാൻ എനക്കും എന്റെ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്, കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ കാന്തപുരത്തിന് ഇപ്പോൾ സാമ്രാജ്യം പണിയണമെന്ന് വിചാരിച്ചോ? അദ്ദേഹം ഒരൊറ്റൊരു വാക്ക് പറഞ്ഞാൽ പോലെ. ഇന്ത്യ നിയമത്തിനനുസരിച്ചല്ലാണ്ട് അദ്ദേഹം ഇന്ന് വരെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു സാമ്രാജ്യം കോഴിക്കോട് അങ്ങാടിയിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അണികളോട് അരവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ആയക്കടലിൽ മുങ്ങിത്തപ്പി അവിടുന്ന് കിട്ടുന്ന മുത്ത് വെറുക്കിയെടുത്ത് കാന്തപുരത്തിന് സാമ്രാജ്യം പടുത്തുയർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണോ ഇവിടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നരേന്ദ്രമോദിയെ സന്ദർശിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? താങ്കൾക്ക് തെറ്റുപറ്റി സുഹൃത്തെ. താങ്കളെ പോലെയുള്ളവരോട്, വിമർശകന്മാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ പട്ടികൾ കുരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ സുഹൃത്തെ.